السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാനിയരെ, നമ്മൾ ഇന്ന് സൂറത്തുൻ അമ്മ ജുസുവിൻ്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ ജുസുവിൻ്റെ അവസാനത്തെ സൂറത്തുന്നാസ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അള്ളാഹു നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പാഠം ശ്രദ്ധിക്കുക. സൂറത്തുന്നാസ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل അഊദു. സൂറത്തുൽ ഫലഖിൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫലഖിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും. ഖുൽ, ഖാഫ് ഉച്ചരിക്കണം, കാഫ് ആയി പോകരുത്. അതുപോലെ തന്നെ അഊദു ആദ്യം ഹംസയാണ്. തൊണ്ടയുടെ താഴ്ഭാഗം, നെഞ്ചിനോട് ചേർന്ന ഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരം. രണ്ടാമത്തെ അക്ഷരം ഐനാണ്, തൊണ്ടയുടെ നടുക്ക് നിന്ന് പുറപ്പെടുന്ന അക്ഷരം. അഊദു, ദാൽ ഉച്ചരിക്കണം. അഊദു എന്ന് പറയാൻ പാടില്ല. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇവിടെ നൂനിനെ കട്ടിയാക്കണം, മണിക്കണം. മുന്നോട്ട് വരുന്ന നാസ് എല്ലാം, നാസ്, ഖന്നാസ്, ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ. ഇത് സുക്കൂനുള്ള നൂനാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ഷീനാണുള്ളത്. ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. അതുകൊണ്ട് സുക്കൂനുള്ള നൂനിനെ മൂക്കിൽ മറച്ചു മണിക്കണം. മിൻ ശർരിൽ. ശർരിൽ, ശർരിൽ. റോയെ കട്ടിയാക്കരുത്, റോ എന്ന് പറയരുത്. ശർരിൽ വസ്വാസിൽ. വസ്വാസിൽ, വസ്വാസിൽ എന്ന് പറയരുത്. വസ്വാസിൽ. ഖന്നാസ്. ഖ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഖ അവിടെ ഉച്ചരിക്കണം. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ. ലാമ് കട്ടിയാക്കിയാൽ മതി, മണിക്കരുത്. അല്ലദീ യുവസ്വിസു. അവിടെയും സീന് ഖൽഖല ആയി പോകരുത്, യുവസ്വിസു ആയി പോകരുത്. യുവസ്വിസു ഫീ സുദൂരിൻ الناس
സ്വാദ് സ്വാദ് മുഴപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരം സ്വാദ്. ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് നമ്മൾ ഒരു ജുസു പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമ്മൾ അന്ന് തുടങ്ങി ഇന്ന് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇത് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. എൻ്റെ ഈ പാഠത്തിൽ തുടക്കം മുതലേ ഉള്ളവരുമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് പലരും നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ പലരും പുതിയതായി ചേർന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഒരു ജുസു പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് വന്നവർ, ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ജോയിൻ്റ് ആയവരോട് പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞുപോയ ക്ലാസ്സുകളൊക്കെ കേൾക്കുകയും ഖുർആൻ പാരായണം അത് ശരിയായ രീതിയിൽ പഠിക്കുകയും ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ലക്ഷ്യം ഖുർആൻ ശരിയായ രീതിയിൽ നോക്കി തജ്വീദോടുകൂടി പഠിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഹിഫ്ള് മനഃപ്പാഠമാക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ പാഠം, നമ്മൾ ഈ പഠിക്കുന്ന ഈ ഖുർആൻ സൂറത്തുകൾ, ആയത്തുകൾ, ഇതൊക്കെ ഹിഫ്ള് ചെയ്യാൻ, മനഃപ്പാഠം പഠിക്കാൻ ആഗ്രഹമുള്ളവർ അവർ മനഃപ്പാഠം പഠിക്കുകയും ചെയ്യട്ടെ എന്നാണ് ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾ, സ്കൂള് മദ്രസ വിദ്യാർത്ഥികൾ, അവർ നല്ല രീതിയിൽ തന്നെ ഈ പാഠത്തിൽ നിന്നും പ്രയോജനം ഉൾക്കൊള്ളണം. ഇതുവരെയും എല്ലാവരും ഈ രീതിയിൽ തന്നെ പാഠത്തിൽ നിന്നും പ്രയോജനം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഖുർആൻ നല്ല രീതിയിൽ നോക്കി മാത്രം പഠിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെയും, അതോടൊപ്പം തന്നെ മനഃപ്പാഠം പഠിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെയും പഠിച്ചിട്ടുണ്ട് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പരിശ്രമത്തെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ഈ ഒരു ജുസു, അമ്മ ജുസു, അൽഹംദുലില്ലാഹ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഇതിന് ശേഷം നമ്മൾ പുറകിൽ നിന്നും അമ്മയിൽ നിന്നും ഒരു 5 ജുസു പൂർത്തീകരിക്കുക എന്നതാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അമ്മ കഴിഞ്ഞു. ഇനി ഇൻഷാ അല്ലാഹ് അടുത്തത് തബാറക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ബാക്കിയുള്ള ഇനിയുള്ള സൂറത്തുകളൊക്കെ വലിയ വലിയ ആയത്തുകളാണ് വരുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ രീതിയിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു പരിശ്രമത്തെ, ഈ ഒരു പഠനത്തെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇത് അല്ലാഹുവിൻ്റെ കലാമാണ്. അല്ലാഹുവിൻ്റെ ഖുർആൻ ഒരു മനുഷ്യന് പഠിക്കാൻ അവസരം ലഭിക്കുക എന്നത് വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ. ഒരിക്കലും ആ ഒരു അനുഗ്രഹത്തെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് നമുക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. പഠിക്കാനുള്ള എത്ര തിരക്കുള്ള ആളായിരുന്നാലും ശരി, ഇന്ന് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട്. ഈ ഫോണ് നമ്മുടെ കയ്യിൽ, നമ്മുടെ പോക്കറ്റിൽ എപ്പോഴും നമ്മളോടൊപ്പമുള്ള സാധനമാണ്. ഇതിനെ നമ്മൾ എന്തെല്ലാം അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദീൻ പഠിക്കാൻ വേണ്ടി, ഖുർആൻ പഠിക്കാൻ വേണ്ടി, റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കാൻ വേണ്ടി നാം ഇതിനെ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഇത് നമുക്ക് നാളെ ആഖിറത്തിലേക്ക് പ്രയോജനമാണ്. നമുക്ക് വേണ്ടി ഇത് സാക്ഷി പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.